Hello everyone, I'm Devnanda from Department of Computer Science. Today I'm going to discuss about multiplexing. അപ്പോൾ ഇതിനകത്ത് മൾട്ടിപ്ലെക്സിങ് എന്താണെന്ന് പറയുന്നുണ്ട്, അതേപോലെ തന്നെ മൾട്ടിപ്ലെക്സിൻ്റെ ടൈപ്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. So let's discuss about multiplexing. Multiplexing is a technique used to combine and send the multiple data streams over a single medium. മൾട്ടിപ്പിൾ ഡാറ്റ സ്ട്രീംസിനെ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെ സെൻഡ് ചെയ്യുന്ന ടെക്നിക്കിനെ പറയുന്ന പേരാണ് മൾട്ടിപ്ലെക്സിങ്. ദ ഹാർഡ്വെയർ യൂസ്ഡ് ഫോർ മൾട്ടിപ്ലെക്സിങ് ഈസ് നോൺ ആസ് എ മൾട്ടിപ്ലെക്സർ. അതായത് മൾട്ടിപ്ലെക്സിങ്ങിന് യൂസ് ചെയ്യുന്ന ഹാർഡ്വെയറിനെ പറയുന്ന പേരാണ് മൾട്ടിപ്ലെക്സർ. അതിൻ്റെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു മൾട്ടിപ്ലെക്സറും കൊടുത്തിട്ടുണ്ട്, ഒരു ഡി മൾട്ടിപ്ലെക്സറും കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ ഇൻപുട്ട് ലൈൻസ് എൻ ഔട്ട്പുട്ട് ലൈൻസ് ആയിട്ട് വരുന്നുണ്ട്. മൾട്ടിപ്ലെക്സിങ് ഈസ് അച്ചീവ്ഡ് ബൈ യൂസിങ് എ ഡിവൈസ് കോൾഡ് മൾട്ടിപ്ലെക്സർ. അപ്പം മൾട്ടിപ്ലെക്സർ എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ടാണ് മൾട്ടിപ്ലെക്സിങ് അച്ചീവ് ചെയ്യുന്നത്. ദാറ്റ് കമ്പൈൻസ് എൻ ഇൻപുട്ട് ലൈൻസ് ടു ജനറേറ്റ് എ സിംഗിൾ ഔട്ട്പുട്ട് ലൈൻ. അപ്പം എൻ ഇൻപുട്ട് ലൈൻസ് കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ ഔട്ട്പുട്ട് ലൈനാണ് ഇവിടെ ജനറേറ്റ് ചെയ്യുക. ഇപ്പം മൾട്ടിപ്ലെക്സർ എന്ന് പറഞ്ഞാൽ എൻ ഇൻപുട്ട് ലൈൻസിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ ഔട്ട്പുട്ട് ലൈൻ ജനറേറ്റ് ചെയ്യുക. മൾട്ടിപ്ലെക്സിങ് ഫോളോസ് മെനി ടു വൺ. ദാറ്റ് മീൻസ് എൻ ഇൻപുട്ട് ലൈൻസ് ആൻഡ് വൺ ഔട്ട്പുട്ട് ലൈൻ. അപ്പം മൾട്ടിപ്ലെക്സിങ് മെനി ടു വൺ എന്നുള്ള ഇതാണ് ഫോളോ ചെയ്യുന്നത്. അതായത് മെനി ടു വൺ എന്ന് വെച്ചാൽ എൻ ഇൻപുട്ട് ലൈൻസിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ ഔട്ട്പുട്ട് ലൈനായിട്ട് ജനറേറ്റ് ചെയ്യുക. ഡീമൾട്ടിപ്ലെക്സിങ് ഈസ് അച്ചീവ്ഡ് ബൈ യൂസിങ് എ ഡിവൈസ് കോൾഡ് ഡീമൾട്ടിപ്ലെക്സർ. അപ്പം ഡീമൾട്ടിപ്ലെക്സർ എന്ന ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഡീമൾട്ടിപ്ലെക്സിങ് അച്ചീവ് ചെയ്യുക. ഡീമൾട്ടിപ്ലെക്സർ സെപ്പറേറ്റ് എ സിഗ്നൽ ഇൻ ടു ഇറ്റ്സ് കോമ്പോണൻറ്റ് സിഗ്നൽസ്. അതായത് മൾട്ടിപ്ലെക്സർ എന്ന് പറഞ്ഞാൽ എൻ ഇൻപുട്ട് ലൈൻസിനെ ഒരു സിംഗിൾ ഔട്ട്പുട്ട് ലൈനായിട്ട് മാറ്റുമായിരുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡീമൾട്ടിപ്ലെക്സർ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സിഗ്നലിനെ അതിൻ്റെ കോമ്പോണൻറ്റ് സിഗ്നൽസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു സിംഗിൾ സിഗ്നലിനെ അതിൻ്റെ കോമ്പോണൻറ്റ് സിഗ്നൽസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. Therefore, we can say that demultiplexing follow one-to-many approach. അതായത് ഒരു സിംഗിൾ സിഗ്നലിനെ അതിൻ്റെ കോമ്പോണൻറ്റ് സിഗ്നൽസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. അതുകൊണ്ടാണ് ഇവിടെ 1-to-many അപ്രോച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് മൾട്ടിപ്ലെക്സിങ്. അപ്പം ദർ ആർ 3 ടൈപ്സ് ഓഫ് മൾട്ടിപ്ലെക്സിങ്: ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്, വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്, ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. അപ്പോൾ ഈ പറയുന്ന ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിനെ അഗൈൻ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും: സിങ്ക്രോണസ് സ്റ്റീരിയമും അസിങ്ക്രോണസ് സ്റ്റീരിയമും. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. ഇറ്റ് ഈസ് ആൻ അനലോഗ് ടെക്നിക്. അപ്പോൾ ഇതിനകത്ത് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങും വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സും ഒരു അനലോഗ് ടെക്നിക്കാണ്. ആൻഡ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് അല്ല, അതൊരു ഡിജിറ്റൽ ടെക്നിക്കാണ്. Frequency division multiplexing is a technique in which available bandwidth of a single transmission medium is subdivided into several frequency channels. അതായത് ഒരു സിംഗിൾ ട്രാൻസ്മിഷൻ മീഡിയത്തിൻ്റെ ബാൻഡ് വിഡ്ത്ത് സെവറൽ ഫ്രീക്വൻസി ചാനൽസ് ആയിട്ട് സബ്ഡിവൈഡ് ചെയ്യുന്ന ടെക്നിക്കിനെ പറയുന്ന പേരാണ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. ഒരു സിംഗിൾ ട്രാൻസ്മിഷൻ മീഡിയത്തിൻ്റെ ബാൻഡ് വിഡ്ത്തിനെ സെവറൽ ഫ്രീക്വൻസി ചാനലായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സിംഗിൾ ട്രാൻസ്മിഷൻ മീഡിയത്തിനെ മൂന്ന് പാർട്ടായിട്ട് സബ്ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിവൈസ് 1, ഡിവൈസ് 2, ഡിവൈസ് 3 എന്ന് അതിന് പേരും കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. In the above diagram, a single transmission medium is subdivided into several frequency channels. അതാണ് ഈ ഡിവൈസ് 1, ഡിവൈസ് 2, ഡിവൈസ് 3 എന്ന് പറഞ്ഞാൽ. ആൻഡ് ഈച്ച് ഫ്രീക്വൻസി ചാനൽ ഈസ് ഗിവൺ ടു എ ഡിഫറെൻറ്റ് ഡിവൈസസ്. ഡിവൈസ് 1 ഹാസ് എ ഫ്രീക്വൻസി ചാനൽ ഓഫ് റേഞ്ച് ഫ്രം 1 to 5. ഇവിടെ ഡിവൈസ് 1ൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട് 1 to 5 എന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച്. The input signals are translated into frequency bands by using modulation technique.
അതായത് മോഡുലേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇൻപുട്ട് സിഗ്നൽസ് ഫ്രീക്വൻസി ബാൻഡ്സ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. ദേ ആർ കമ്പൈൻഡ് ബൈ എ മൾട്ടിപ്ലെക്സർ ടു ഫോം എ കോമ്പോസിറ്റ് സിഗ്നൽ. അതായത് മോഡുലേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇൻപുട്ട് സിഗ്നൽസിനെ ഫ്രീക്വൻസി ബാൻഡ്സ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ ഫ്രീക്വൻസി ബാൻഡ്സ് ഒരു മൾട്ടിപ്ലെക്സർ ഉപയോഗിച്ചുകൊണ്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു കോമ്പോസിറ്റ് സിഗ്നലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം. അതായത് മോഡുലേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇൻപുട്ട് സിഗ്നൽസ് ഫ്രീക്വൻസി ബാൻഡ്സ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്നിട്ട് അത് ഒരു മൾട്ടിപ്ലെക്സർ ഉപയോഗിച്ചുകൊണ്ട് അത് കമ്പൈൻ ചെയ്തിട്ട് ഒരു കോമ്പോസിറ്റ് സിഗ്നലായിട്ട് ഫോം ചെയ്യും. The carriers which are used for modulating signals are known as subcarriers. അപ്പോൾ ഇങ്ങനെ സിഗ്നൽസ് മോഡുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഒരു കാരിയേഴ്സ് ഉണ്ട്. ആ കാരിയേഴ്സിനെ പറയുന്ന പേരാണ് സബ് കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ. ദേ ആർ റെപ്രസെൻറ്റഡ് ആസ് F1, F2, etc. Fn. Frequency division multiplexing is mainly used in radio broadcast and TV networks. അപ്പോൾ റേഡിയോ ബ്രോഡ്കാസ്റ്റിലും ടി വി നെറ്റ്വർക്സിലൊക്കെയാണ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് കൂടുതലായിട്ടും ഉപയോഗിക്കാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. നെക്സ്റ്റ് ആണ് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു വേവ് ലെങ്ത്തും ഫ്രീക്വൻസി ഒരു അനലോഗ് ടെക്നിക്കാണ്. നെക്സ്റ്റ് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് ഈസ് സെയിം ആസ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. അപ്പം ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിൻ്റെ സെയിം തന്നെയാണ് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് എന്ന് പറഞ്ഞാൽ. ബട്ട് എക്സെപ്റ്റ് ദാറ്റ് ദി ഒപ്റ്റിക്കൽ സിഗ്നൽസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദി ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ. പക്ഷേ എന്താണ്, ഇതിലുള്ള ഒപ്റ്റിക്കൽ സിഗ്നൽസ് ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. അതൊഴികെ ബാക്കി എല്ലാതും ഈ ഒരു ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിൻ്റെ സെയിം ആണ്. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒരു മൾട്ടിപ്ലെക്സറും ഉണ്ട്, ഡീമൾട്ടിപ്ലെക്സറും ഉണ്ട്. അതിൻ്റെ നടുവിലൊരു ഫൈബർ ഒപ്റ്റിക്കൽ കേബിളും കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ ഈ ഫിഗറിൽ പറയുന്നത്. ഫിഗർ എന്താ നോക്കാം. ഒപ്റ്റിക്കൽ സിഗ്നൽസ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് ആർ കമ്പൈൻഡ് ടു ഫോം എ വൈഡർ ബാൻഡ് ഓഫ് ലൈറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൾട്ടിപ്ലെക്സർ. അപ്പം വ്യത്യസ്ത സോഴ്സുകളിൽ നിന്ന് വരുന്ന ഒപ്റ്റിക്കൽ സിഗ്നൽസ് ഒരു മൾട്ടിപ്ലെക്സറിൻ്റെ സഹായത്തോടു കൂടി കമ്പൈൻ ചെയ്തിട്ട് അതെന്ത് ചെയ്യും, അതൊരു വൈഡർ ബാൻഡ് ഓഫ് ലൈറ്റായിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഫിഗറിൽ കാണുന്നത്. അറ്റ് ദി റിസീവിംഗ് എൻഡ് ദ ഡീമൾട്ടിപ്ലെക്സർ സെപ്പറേറ്റ് ദ സിഗ്നൽ ടു ട്രാൻസ്മിറ്റ് ദം ടു ദയർ റെസ്പെക്റ്റീവ് ഡെസ്റ്റിനേഷൻ. അപ്പം ഈ മൾട്ടിപ്ലെക്സറിലോട്ട് വരുന്ന അതായത് ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് വരുന്ന ഒപ്റ്റിക്കൽ സിഗ്നൽസ് മൾട്ടിപ്ലെക്സറിൽ എത്തിയിട്ട് അത് കമ്പൈൻ ചെയ്ത് അതെന്ത് ചെയ്യും, അതൊരു വൈഡർ ബാൻഡ് ഓഫ് ലൈറ്റായിട്ട് ഫോം ചെയ്യും. എന്നിട്ട് ആ ഒരു ബാൻഡ് എന്ത് ചെയ്യും, അത് ഈ ഡീമൾട്ടിപ്ലെക്സറിൽ പോയിട്ട് ആ ഡീമൾട്ടിപ്ലെക്സർ എന്ത് ചെയ്യും, ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് വിടും. അതാണ് ഈ ഫിഗറിൽ കാണുന്നത്. മൾട്ടിപ്ലെക്സിങ് ആൻഡ് ഡീമൾട്ടിപ്ലെക്സിങ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ യൂസിങ് എ പ്രിസം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങിൽ പറയാൻ. നെക്സ്റ്റ് ആണ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. അതിൻ്റെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഡിജിറ്റൽ ടെക്നിക്ക്. നമ്മൾ പറഞ്ഞു ടൈം ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഡിജിറ്റൽ ടെക്നിക്കാണ്. ഇൻ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് ടെക്നിക് the total time available in the channel is distributed among different users. അതായത് ചാനലിൽ അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് ഓഫ് ടൈമില്ലേ, ആ ടൈം ഡിഫറെൻറ്റ് യൂസേഴ്സിൻ്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. Therefore, each user is allocated with a different time interval known as time slot. അതുകൊണ്ട് തന്നെ ഓരോ യൂസേഴ്സും ഓരോ ടൈം ഇൻ്റർവെല്ലായിട്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് ടൈം സ്ലോട്ട്. A user takes control of channels for a fixed amount of time. In time division multiplexing technique, data is not transmitted simultaneously, rather the data is transmitted one by one. അപ്പോൾ ഇതിലെ ഡാറ്റ 1 by 1 ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഇൻ TDM the signal is transmitted in the form of frames. അപ്പം ഇതിനകത്ത് ഈ സിഗ്നൽസ് ഫ്രെയിംസിൻ്റെ ഫോമിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. There are two types of time division multiplexing.
ഫസ്റ്റ് വൺ സിങ്ക്രോണസ് സ്റ്റീരിയമും സെക്കൻഡ് വൺ അസിങ്ക്രോണസ് സ്റ്റീരിയമും. So let's discuss about synchronous stereo. Each device is give some time slot irrespective of the fact that the device contains data or not. ഇപ്പം ഡിവൈസിനകത്ത് ഡാറ്റ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കണ്ടെയ്ൻ ചെയ്യുന്നില്ലേ ഇതൊന്നും നോക്കാണ്ട് ഡിവൈസ് എന്ത് ചെയ്യും, എല്ലാവർക്കും ഇങ്ങനെ ടൈം സ്ലോട്ട് കൊടുക്കും. അതായത് ഡാറ്റ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഡിവൈസ് എന്ത് ചെയ്യും, ടൈം സ്ലോട്ട് എല്ലാവർക്കും കൊടുക്കും. അതാണ് സിങ്ക്രോണസ് സ്റ്റീരിയം എന്ന് പറഞ്ഞാൽ. ഇഫ് എ ഡിവൈസ് ഡസ് നോട്ട് ഹാവ് ഡാറ്റ ഫോർ എ പെർട്ടിക്കുലർ ടൈം സ്ലോട്ട് ദെൻ ദ എം ടി സ്ലോട്ട് വിൽ ബി ട്രാൻസ്മിറ്റ്. ഇപ്പം ഈ പറയുന്ന ടൈം സ്ലോട്ടിന് ഇപ്പം ഡാറ്റ ഇല്ലെങ്കിൽ ആ എം ടി സ്ലോട്ട് ആയിരിക്കും അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുക. ദ മോസ്റ്റ് പോപ്പുലർ സിങ്ക്രോണസ് സ്റ്റീരിയം ആർ T1 മൾട്ടിപ്ലെക്സിങ്, ISDN മൾട്ടിപ്ലെക്സിങ് ആൻഡ് സോണറ്റ് മൾട്ടിപ്ലെക്സിങ്. നെക്സ്റ്റ് ആണ് അസിങ്ക്രോണസ് സ്റ്റീരിയം. ആൻഡ് അസിങ്ക്രോണസ് സ്റ്റീരിയം ഈസ് ആൾസോ നോൺ ആസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടീഡിയം. അപ്പം ഈ അസിങ്ക്രോണസ് സ്റ്റീരിയം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടീഡിയം എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. An asynchronous tedium is a technique in which the time slot are not fixed as in the case of synchronous tedium. The time slots are allocated to only those devices which have the data to send. അതായത് സെൻഡ് ചെയ്യാനുള്ള ഡാറ്റ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഡിവൈസിന് മാത്രമേ ടൈം സ്ലോട്ട് അലോക്കേറ്റ് ചെയ്യുള്ളൂ. അതാണ് അസിങ്ക്രോണസ്. സിങ്ക്രോണസ് എന്താ വെച്ചാൽ, സിങ്ക്രോണസ് സ്റ്റീരിയം വെച്ചാൽ ഇനിയിപ്പം ഡിവൈസിനകത്ത് ഡാറ്റ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവർക്കും ഈ ടൈം സ്ലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ബട്ട് ഇൻ അസിങ്ക്രോണസ് സ്റ്റീരിയമിൽ ഏത് ഡിവൈസിലാണോ ഡാറ്റ ഉള്ളത് അതിന് മാത്രമേ ടൈം സ്ലോട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. അതാണ് ഈ സിങ്ക്രോണസിൻ്റെയും അസിങ്ക്രോണസിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഇത്രയേ ഉള്ളൂ മൾട്ടിപ്ലെക്സിനെ കുറിച്ച് പറയാൻ. അപ്പോൾ എന്താണ് മൾട്ടിപ്ലെക്സിങ് ഡിസ്കസ് ചെയ്തു, ആൻഡ് ടൈപ്സ് ഓഫ് മൾട്ടിപ്ലെക്സിങ് ഡിസ്കസ് ചെയ്തു. സോ താങ്ക് യു.